ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാന കടലിടുക്കുകളെ കുറിച്ചാണ്. നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് നിലവിൽ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് കടലിടുക്കുകൾ. എന്തുകൊണ്ടാണ് നമ്മൾ പല ന്യൂസുകളും കാണുന്നുണ്ട്, എന്താണ് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പ്രതിസന്ധിയിലായതും പല ന്യൂസുകളും പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ ഗ്യാസിന്റെ വരവ് നിന്നതും ഭൂരിഭാഗം ഇന്ത്യയിലേക്ക് വരുന്ന ഗ്യാസും ഏത് വഴിയാണ്? ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അപ്പോൾ യുദ്ധം പ്രതിസന്ധിയിലായതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യവും പ്രതിസന്ധിയിലായി. അങ്ങനെ പല ന്യൂസുകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിലവിൽ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തായാലും എന്തിനെ കുറിച്ച് പഠിക്കണം? കടലിടുക്കുകളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവണം. ചോദ്യം വരാൻ അത്രയും സാധ്യത ഉണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഓരോ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഏറ്റവും വേണ്ട കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോവുക. ക്ലാസ് മുഴുവനായും ഇരുന്ന് കാണുക, എല്ലാം കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അഥവാ VFA പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. അപ്പോൾ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയുക. ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വൈകരുത്, ക്ലാസ് പെൻഡിങ് ആക്കരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ നിലവിൽ വേറെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനിയും ബാച്ചുകൾ വരും. ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്പർ സേവ് ചെയ്ത് വെച്ചോ, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ അവിടെയാണ് നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും ഇനി അതിന്റെ മോക്ക് ടെസ്റ്റ്, അതായത് ക്വിസ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോ ചോദ്യങ്ങളും നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ക്ലാസിന്റെ ലിങ്ക് അയച്ച് അതിന്റെ താഴെ അത് കൊടുക്കുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ പവർ ക്യാപ്സ്യൂളിന്റെ സീരീസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആവും. ഏതൊരു എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. ഏറ്റവും പ്രധാനപ്പെട്ട പല ടോപ്പിക്കുകളും നമ്മൾ അവിടെ നിന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതിലെ ഓരോ മിനിറ്റും ഓരോ ചെറിയ പോയിന്റും നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആവുന്ന പോയിന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. ഒരു ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പായ മാത്രം അടുത്ത ക്ലാസ്സുകൾ കാണുക. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, മിസ്സാക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കടലിടുക്കുകളുടെ പ്രാധാന്യങ്ങൾ അറിയണം. എന്താണ് കടലിടുക്കുകളുടെ പ്രാധാന്യങ്ങൾ? വാണിജ്യപരമായ പ്രാധാന്യം നോക്കാം. എന്താണ്? ചരക്കുകൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കാൻ സഹായിക്കുന്നു, അല്ലെ? എന്താണ് കടലിടുക്കുകൾ? എന്താണ്? ചരക്കുകൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കാൻ സഹായിക്കും കടലിടുക്കുകൾ. ഓക്കെ, ചരക്കുകൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും. വേഗത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി സമുദ്രപാതകളെ അപേക്ഷിച്ച് എന്താണ് കടലിടുക്കുകൾ വേഗത്തിൽ ചരക്കുകൾ എത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ ചെലവ് എന്ന് പറയുമ്പോൾ അതിനുള്ള ഇന്ധനത്തിന്റെ കുറവൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ധനമൊക്കെ കുറവാണ്. അപ്പൊ കുറഞ്ഞ ചെലവിലും വളരെ വേഗത്തിലും എത്താൻ എന്ത് സഹായിക്കുന്നു? കടലിടുക്കുകൾ സഹായിക്കുന്നു. ഓക്കെ, ചരക്കുകൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കാൻ കടലിടുക്കുകൾ സഹായിക്കുന്നു. തന്ത്രപരമായ പ്രാധാന്യം എന്താണ്? പ്രധാന കടലിടുക്കുകൾ നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾ ആഗോള രാഷ്ട്രീയ ശക്തിയായി മാറാൻ സഹായിക്കുന്നു. നമുക്കറിയാലേ എന്താണ് തന്ത്രപരമായ പ്രാധാന്യം? എന്താണ്? പ്രധാന കടലിടുക്കുകൾ നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾ ആഗോള രാഷ്ട്രീയ ശക്തിയായി മാറാൻ സഹായിക്കുന്നു. പിന്നെ യാത്രാ സൗകര്യം. ദീർഘമായ കടൽപാതകൾ ഒഴിവാക്കി ചുരുങ്ങിയ വഴി നൽകുന്നു. യാത്രാ സമയം കുറയുകയും ഇന്ധന ചെലവ് കുറയുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഇന്ധന ചെലവ് കുറയും. അപ്പൊ ചരക്കുകൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കാൻ സഹായിക്കുന്നു. ചരക്കുകൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കാൻ കടലിടുക്കുകൾ സഹായിക്കുന്നു. പിന്നെ തന്ത്രപരമായ പ്രാധാന്യം നമ്മൾ എന്ത് പറഞ്ഞു? പ്രധാന കടലിടുക്കുകൾ നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾ ആഗോള രാഷ്ട്രീയ ശക്തിയായി മാറാൻ സഹായിക്കുന്നു. പിന്നെ യാത്രാ സൗകര്യം. ദീർഘമായ കടൽപാതകൾ ഒഴിവാക്കി ചുരുങ്ങിയ വഴി നൽകുന്നു, അല്ലെ? ദീർഘമായ കടൽ യാത്ര ഒഴിവാക്കി ചുരുങ്ങിയ വഴി നൽകുന്നു. യാത്രാ സമയം കുറയ്ക്കുകയും ഇന്ധന ചെലവ്, അല്ലെ? എന്താ ദൂരം കുറയുമ്പോൾ എന്താ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ധന ചെലവും കുറയും. അപ്പൊ യാത്രാ സമയം കുറയ്ക്കുകയും, ദൂരം കുറഞ്ഞ സമയവും കുറയും, ഇന്ധനത്തിന്റെ ചെലവും കുറയും. ഓക്കെ, യാത്രാ സമയം കുറയുകയും ഇന്ധന ചെലവ് കുറയുകയും ചെയ്യുന്നു. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സാമ്പത്തിക നേട്ടം. രാജ്യങ്ങൾക്ക് നികുതി, ടോൾ ഉൾപ്പെടുന്ന വരുമാനവും തൊഴിലവസരങ്ങളും വർദ്ധിക്കുന്നു, അല്ലെ? അതായത് കടലിടുക്കുമായി
കടലിടുക്കുമായി ബന്ധപ്പെട്ട നികുതി അല്ലെ, നികുതി ടോള് പിരിക്കുക, അങ്ങനെ അതെന്താണ്, അത് രാജ്യത്തിന് യൂസ്ഫുൾ ആണ്. അതായത് നികുതി ഉൾപ്പെടുന്ന വരുമാനം. ഓക്കെ, നികുതിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ കടലിടുക്കുകളുമായി ബന്ധപ്പെട്ട നികുതി അഥവാ ടോളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. പിന്നെ അതുപോലെ തന്നെ തൊഴിലവസരങ്ങളും വർദ്ധിക്കുന്നു. അവിടെ എന്താണ്, തൊഴിലവസരങ്ങളും വർദ്ധിക്കുന്നുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഈ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി, ഇത് കാണാതെ പഠിക്കാനുള്ളതല്ല, ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, നമുക്ക് മനസ്സിലാവും എന്തൊക്കെ നമ്മൾ പഠിച്ചു. ഒന്ന്, വാണിജ്യപരമായ പ്രാധാന്യം, ചരക്കുകൾ വേഗത്തിലും പിന്നെ അതുപോലെ തന്നെ ചെലവ് കുറഞ്ഞും എത്താൻ സഹായിക്കുന്ന എന്താണ്, കടലിടുക്കുകൾ അതിന് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ തന്ത്രപരമായ പ്രാധാന്യം ചോദിക്കുകയാണെങ്കിൽ പ്രധാന കടലിടുക്കുകൾ നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾ ആഗോള രാഷ്ട്രീയ ശക്തിയായി മാറാൻ സഹായിക്കുന്നു അല്ലെ, ആഗോള രാഷ്ട്രീയ ശക്തിയായി മാറാൻ സഹായിക്കുന്നു. ശരിയാണ്. നമുക്ക് ഇപ്പോൾ അതായത് കറന്റ്ലി ന്യൂസുകളൊക്കെ അറിയുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ യാത്രാ സൗകര്യം, ദീർഘമായ കടൽപാതകൾ ഒഴിവാക്കി ചുരുങ്ങിയ വഴി നൽകുന്നു അല്ലെ, ചുരുങ്ങിയ വഴി നൽകുന്നു. യാത്രാ സമയം കുറയുകയും അതുപോലെ തന്നെ എന്താണ്, ഇന്ധനത്തിന്റെ ചെലവ് കുറയുകയും ചെയ്യുന്നു. ഓക്കെ, പിന്നെ സാമ്പത്തിക നേട്ടം, രാജ്യങ്ങൾക്ക് നികുതി ടോൾ ഉൾപ്പെടുന്ന വരുമാനം അല്ലെ, അതിൽ നിന്നുള്ള വരുമാനം ലഭിക്കും, രാജ്യങ്ങൾക്ക് അതിൽ നിന്നും വരുമാനം ലഭിക്കും. അതുപോലെ തന്നെ അവിടെ തൊഴിലവസരങ്ങളും വർദ്ധിക്കും. പിന്നെ രണ്ട് സമുദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് രണ്ട് കരഭാഗങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന ചെറിയ ജലാശയമാണ് കടലിടുക്ക്. അത് നമുക്കറിയാം, കടൽ ഇടുക്ക് എന്ന് പറയുമ്പോൾ അല്ലെ എന്താണ്, രണ്ട് സമുദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട്, രണ്ട് സമുദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. അത് എന്തിന്റെ ഇടയിലാണ്, രണ്ട് കരഭാഗങ്ങൾക്ക് ഇടയിലായി കിടക്കുന്ന ആ ചെറിയ ജലാശയമാണ് എന്ത്, കടലിടുക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് നോക്കാം. ആദ്യം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ്, ഹോർമൂസ് കടലിടുക്ക് അല്ലെ, ഹോർമൂസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും, പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോർമൂസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും, പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയുമാണ് ഏത് ബന്ധിപ്പിക്കുന്നത്, ഹോർമൂസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത്. എന്തിനൊക്കെ, പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും, പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയുമാണ് ഏത് ബന്ധിപ്പിക്കുന്നത്, ഹോർമൂസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത്. അതിർത്തി രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇറാൻ, ഒമാൻ, UAE, ഇറാൻ, ഒമാൻ, UAE എന്നിവയൊക്കെയാണ് അതിർത്തി രാജ്യങ്ങൾ. അപ്പൊ തരും ഹോർമൂസ് കടലിടുക്ക് അല്ലെ, ഹോർമൂസ് കടലിടുക്കിന്റെ അതിർത്തി രാജ്യങ്ങളിൽ പെടാത്തത് ഏതെന്നൊരു ചോദ്യം വരും. ഇവിടെ കൃത്യം 3 കൊടുത്തിട്ട് 4ാമത്തെ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇറാൻ, ഒമാൻ, UAE എന്നിവയാണ് അതിർത്തി രാജ്യങ്ങൾ. ഏതൊക്കെയാണ്, ഇറാൻ, ഒമാൻ, UAE. എന്തായാലും ഹോർമൂസ് കടലിടുക്ക് പഠിച്ചിട്ടുണ്ടാവണം. ഹോർമൂസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും, പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയുമാണ് ഹോർമൂസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത്. പിന്നെ അതിർത്തി രാജ്യങ്ങൾ ഇറാൻ, ഒമാൻ, UAE, ഇറാൻ, ഒമാൻ, UAE എന്നിവയാണ് അതിർത്തി രാജ്യങ്ങൾ. ഒരു വട്ടം കൂടെ ബന്ധിപ്പിക്കുന്നത് പേർഷ്യൻ ഗൾഫിനെയും പിന്നെ ഇതിനെയാണ് ഒമാൻ ഉൾക്കടലിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. അതിർത്തി രാജ്യങ്ങൾ ഇറാൻ, ഒമാൻ, UAE എന്നിവയാണ്. ഇത് ഏതിന്റെയാണ്, ഹോർമൂസ് കടലിടുക്ക്. അപ്പൊ ഹോർമൂസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും. അതിർത്തി രാജ്യങ്ങൾ ചോദിച്ച ഇറാൻ, ഒമാൻ, UAE. പഠിച്ചല്ലോ. അടുത്തത് നോക്കാം. അടുത്തത് മലാക്ക കടലിടുക്ക് നമുക്ക് നോക്കാം. ബന്ധിപ്പിക്കുന്നത് ആൻഡമാൻ കടലിനെയും ദക്ഷിണ ചൈന കടലിനെയുമാണ്. ഓക്കെ, ആൻഡമാൻ കടലിനെയും ദക്ഷിണ ചൈന കടലിനെയും ബന്ധിപ്പിക്കുന്നതാണ് മലാക്ക കടലിടുക്ക്. ആൻഡമാൻ കടലിനെയും ദക്ഷിണ ചൈന കടലിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഏത്, മലാക്ക കടലിടുക്ക്. ഓക്കെ, ആൻഡമാൻ കടലിനെയും ദക്ഷിണ ചൈന കടലിനെയും ബന്ധിപ്പിക്കുന്നതാണ് മലാക്ക കടലിടുക്ക്. അതിർത്തി രാജ്യങ്ങൾ ഇന്തോനേഷ്യ, മലേഷ്യ പിന്നെ അതുപോലെ തന്നെ സിംഗപ്പൂർ, തായ്ലാന്റ് എന്നിവയാണ് അതിർത്തി രാജ്യങ്ങൾ. അതിർത്തി രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാന്റ്. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാന്റ്. ഇതിന്റെ മലാക്ക കടലിടുക്കിന്റെ അതിർത്തി രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാന്റ്, സിംഗപ്പൂർ അല്ലെ. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാന്റ്. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാന്റ്. ബന്ധിപ്പിക്കുന്നത് ആൻഡമാൻ കടലിനെയും ദക്ഷിണ ചൈന കടലിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഏത്, മലാക്ക കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. ബന്ധിപ്പിക്കുന്നത് ആൻഡമാൻ കടലിനെയും ദക്ഷിണ ചൈന കടലിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. പിന്നെ അതിർത്തി രാജ്യങ്ങൾ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാന്റ്, സിംഗപ്പൂർ എന്നിവയാണ് അല്ലെ. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാന്റ് എന്നിവയാണ് അതിർത്തി രാജ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്കാണ് ഏത്, മലാക്ക
മലാക്ക കടലിടുക്ക്. ഇതുവരെ ക്ലിയർ ആയല്ലോ? ഒരു വട്ടം കൂടെ. ബന്ധിപ്പിക്കുന്നത് ആൻഡമാൻ കടലിനെയും ദക്ഷിണ ചൈന കടലിനെയും. ഏത്? മലാക്ക കടലിടുക്ക്. ആൻഡമാൻ കടലിനെയും ദക്ഷിണ ചൈന കടലിനെയും ബന്ധിപ്പിക്കുന്നതാണ് മലാക്ക കടലിടുക്ക്. അതിർത്തി രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാന്റ് എന്നിവ. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം. അടുത്തത് ജിബ്രാൾട്ടർ കടലിടുക്ക്. ബന്ധിപ്പിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്നതാണ് ജിബ്രാൾട്ടർ കടലിടുക്ക്. അതിർത്തി രാജ്യങ്ങൾ സ്പെയിൻ ആൻഡ് മൊറോക്കോ. സ്പെയിനും മൊറോക്കോയുമാണ് അതിർത്തി രാജ്യങ്ങൾ. അപ്പൊ ബന്ധിപ്പിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തെയും. ഏത്? ജിബ്രാൾട്ടർ കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തെയും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിനെയുമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്നതാണ് ജിബ്രാൾട്ടർ കടലിടുക്ക്. പിന്നെ അതിർത്തി രാജ്യങ്ങൾ സ്പെയിൻ ആൻഡ് മൊറോക്കോ. സ്പെയിനും മൊറോക്കോയുമാണ് അതിർത്തി രാജ്യങ്ങൾ. സ്പെയിനും മൊറോക്കോയും അതിർത്തി രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സ്പെയിനും മൊറോക്കോയും. ബന്ധിപ്പിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തെയും പിന്നെ അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിനെയുമാണ് ജിബ്രാൾട്ടർ കടലിടുക്ക്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അഥവാ ബന്ധിപ്പിക്കുന്നത് അറ്റ്ലാന്റിക്. ഏതൊക്കെ സമുദ്രങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്, ഏതൊക്കെ കടലുകളെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദ്യം വന്നാൽ അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. അതിർത്തി രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സ്പെയിനും മൊറോക്കോയുമാണ്. സ്പെയിനും മൊറോക്കോയുമാണ് അതിർത്തി രാജ്യങ്ങൾ. അടുത്തത് ബോസ്ഫറസ് കടലിടുക്ക് അഥവാ ഇസ്താംബൂൾ കടലിടുക്ക് എന്നും അറിയപ്പെടുന്നു. ബോസ്ഫറസ് കടലിടുക്ക് അഥവാ ഇസ്താംബൂൾ കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് കരിങ്കടലിനെയും മർമര കടലിനെയും. കരിങ്കടലിനെയും മർമര കടലിനെയും ബന്ധിപ്പിക്കുന്നതാണ് ബോസ്ഫറസ് കടലിടുക്ക്. പൂർണ്ണമായും തുർക്കിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. പൂർണ്ണമായും, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പൂർണ്ണമായും തുർക്കിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇസ്താംബൂൾ കടലിടുക്ക് അല്ലെങ്കിൽ ബോസ്ഫറസ് കടലിടുക്ക്. ബോസ്ഫറസ് കടലിടുക്ക് അല്ലെങ്കിൽ ഇസ്താംബൂൾ കടലിടുക്ക് പൂർണ്ണമായും തുർക്കിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും തുർക്കിക്കുള്ളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇസ്താംബൂൾ കടലിടുക്ക് അല്ലെങ്കിൽ ബോസ്ഫറസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ബന്ധിപ്പിക്കുന്നത് കരിങ്കടലിനെയും മർമര കടലിനെയുമാണ്. കരിങ്കടലിനെയും മർമര കടലിനെയും ബന്ധിപ്പിക്കുന്നു. അടുത്തത് പാക് കടലിടുക്ക്. ബന്ധിപ്പിക്കുന്നത് മാന്നാർ ഉൾക്കടലിനെയും പിന്നെ അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിനെ അല്ലെ. മാന്നാർ ഉൾക്കടലിനെയും ബംഗാൾ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്നത് മാന്നാർ ഉൾക്കടലിനെയും ബംഗാൾ ഉൾക്കടലിനെയും. പാക് കടലിടുക്ക് നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിർത്തികൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക് അല്ലെ. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ എന്നറിയപ്പെടുന്നത്. ഏതാണ്? ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ്. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. അതിർത്തി രാജ്യങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയും. ഇന്ത്യയും ശ്രീലങ്കയും. ഇന്ത്യയും ശ്രീലങ്കയും. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും പഠിച്ചിട്ടുണ്ട്. പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ എന്നൊക്കെ ഓപ്ഷൻ വരും. ഓക്കെ, അപ്പൊ ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് പാക് കടലിടുക്ക്. ഓക്കെ, ബന്ധിപ്പിക്കുന്നത് മാന്നാർ ഉൾക്കടലിനെയും ബംഗാൾ ഉൾക്കടലിനെയും. അതിർത്തി രാജ്യങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയും. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. എല്ലാത്തിന്റെയും അതിർത്തി രാജ്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ തീൻ ബേഗ കോറിഡോർ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഡ്യൂറന്റ് രേഖ. എല്ലാതും പഠിച്ചിരിക്കണം. ഓക്കെ, ഇന്ത്യ മാലദ്വീപ് അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. ഓക്കെ, അടുത്തത് നോക്കാം. സുണ്ട കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് ജാവ കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും. ഇന്ത്യൻ മഹാസമുദ്രത്തെയും ജാവ കടലിനെയും ബന്ധിപ്പിക്കുന്നതാണ് സുണ്ട കടലിടുക്ക്. ഓക്കെ, അതിർത്തി രാജ്യങ്ങൾ പൂർണ്ണമായും ഇന്തോനേഷ്യക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. സുമാത്ര ജാവ ദ്വീപുകളെ വേർതിരിക്കുന്നു. സുമാത്ര ജാവ ദ്വീപുകളെ വേർതിരിക്കുന്നു. അപ്പൊ പൂർണ്ണമായും എവിടെയാണ്? ഇന്തോനേഷ്യക്കുള്ളിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? സുണ്ട കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും എവിടെയാണ്? ഇന്തോനേഷ്യക്കുള്ളിലാണ്. പൂർണ്ണമായും ഇന്തോനേഷ്യക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബന്ധിപ്പിക്കുന്നത് ജാവ കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും. ഏത്? സുണ്ട കടലിടുക്ക് ജാവ കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയുമാണ് ബന്ധിപ്പിക്കുന്നത്. അതിർത്തി രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? പൂർണ്ണമായിട്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സുമാത്ര ജാവ ദ്വീപുകളെ വേർതിരിക്കുന്നു. അടുത്തത് തായ്വാൻ കടലിടുക്ക് അഥവാ ഫോർമോസ കടലിടുക്ക്. തായ്വാൻ കടലിടുക്ക് നോക്കാം. ബന്ധിപ്പിക്കുന്നത് ദക്ഷിണ ചൈന കടലിനെയും കിഴക്കൻ ചൈന കടലിനെയും. ദക്ഷിണ ചൈന കടലിനെയും കിഴക്കൻ ചൈന കടലിനെയും ആണ് ബന്ധിപ്പിക്കുന്നത്. ഏത്? തായ്വാൻ കടലിടുക്ക്. അതിർത്തി രാജ്യങ്ങൾ
ചൈന, തായ്വാൻ എന്നിവയാണ്. ഓക്കെ, ചൈന, തായ്വാൻ എന്നിവയാണ് അതിർത്തി രാജ്യങ്ങൾ. അപ്പൊ തായ്വാൻ കടലിടുക്ക് അല്ലെങ്കിൽ ഫോർമോസ കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് ദക്ഷിണ ചൈന കടലിനെയും കിഴക്കൻ ചൈന കടലിനെയുമാണ്. ദക്ഷിണ ചൈന കടലിനെയും കിഴക്കൻ ചൈന കടലിനെയുമാണ് അതിർത്തി രാജ്യങ്ങൾ. ചൈന, തായ്വാൻ എന്നിവയാണ്. ചൈന, തായ്വാൻ എന്നിവയാണ്. ചൈന, തായ്വാൻ എന്നിവയാണ് അതിർത്തി രാജ്യങ്ങൾ. അതിർത്തി രാജ്യങ്ങൾ ബന്ധിപ്പിക്കുന്നത് ദക്ഷിണ ചൈന കടലിനെയും കിഴക്കൻ ചൈന കടലിനെയും. അതിർത്തി രാജ്യങ്ങൾ ചൈന, തായ്വാൻ എന്നിവയാണ്. ഇനി അടുത്തത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ് നോക്കാം. ജിബ്രാൾട്ടർ കടലിടുക്ക്, യൂറോപ്പിനെയും ആഫ്രിക്കയും തമ്മിൽ വേർതിരിക്കുന്ന ഈ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിൽ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിൽ ഒന്നാണ് ജിബ്രാൾട്ടർ കടലിടുക്ക്. യൂറോപ്പിനെയും ആഫ്രിക്കയും തമ്മിൽ വേർതിരിക്കുന്ന ഈ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിൽ ഒന്നാണ്. അപ്പൊ യൂറോപ്പിനെയും ആഫ്രിക്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാന്ന് വെച്ചതാണ് ജിബ്രാൾട്ടർ കടലിടുക്ക്. പിന്നെ മലാക്ക കടലിടുക്ക്, ചില ഭാഗങ്ങളിൽ മലാക്ക കടലിടുക്ക് വീതി 2.8 കിലോമീറ്റർ വരെ ചുരുങ്ങുന്നതിനാൽ ഗ്ലോബൽ ട്രേഡ് ബോട്ടിൽ നെക്ക് എന്നും വിളിക്കുന്നു. ഓക്കെ, എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. എന്താണ് ഗ്ലോബൽ ട്രേഡ് ബോട്ടിൽ നെക്ക്? ബോട്ടിൽ നെക്ക് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കുറയും അല്ലേ? അപ്പൊ അതുപോലെ ഒന്ന് ആലോചിച്ചാൽ മതി. മലാക്ക കടലിടുക്ക് ചില ഭാഗങ്ങളിൽ എന്താണ് വീതി 2.8 കിലോമീറ്റർ ആയി ചുരുങ്ങുന്നു. അതായത് കടലിടുക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതൊരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ ഇങ്ങനെ ചുരുങ്ങാണ് 2.8 കിലോമീറ്റർ ആയിട്ട്. അപ്പൊ ബോട്ടിൽ നെക്ക്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്ലോബൽ ട്രേഡ് ബോട്ടിൽ നെക്ക് എന്നും വിളിക്കപ്പെടുന്നു. അതും മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് ഏതിനെയാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതിനാണ്? മലാക്ക കടലിടുക്കിനെയാണ് ഗ്ലോബൽ ട്രേഡ് ബോട്ടിൽ നെക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ ബെറിങ് കടലിടുക്ക്, ഏഷ്യയെയും വടക്കേ അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന ഈ കടലിടുക്ക് ആർട്ടിക് മഹാസമുദ്രത്തെ പസഫിക് മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഒരു വട്ടം കൂടെ, ഏഷ്യയെയും വടക്കേ അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന ഈ കടലിടുക്ക് ആർട്ടിക് മഹാസമുദ്രത്തെ പസഫിക് മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഏത്? ബെറിങ് കടലിടുക്ക്. പിന്നെ ഹോർമൂസ് കടലിടുക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്തുപാതയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്തുപാതയാണ് ഏത്? ഹോർമൂസ് കടലിടുക്ക്. ഹോർമൂസ് കടലിടുക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. തന്ത്രപരമായ പ്രാധാന്യം കാരണം ഇതിനെ ഗ്ലോബൽ ഓയിൽ ചോക്ക് പോയിന്റ് എന്ന് വിളിക്കുന്നു. പഠിച്ചു വെക്കണേ. എന്താണ് ഹോർമൂസ് കടലിടുക്ക്? ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്തുപാതയാണ്. നമുക്കറിയാലേ ഹോർമൂസ് കടലിടുക്ക്, അത്രയും നമുക്ക് കേട്ട് പരിചയമുണ്ട്. പിന്നെ എന്താണ് തന്ത്രപരമായ പ്രാധാന്യം കാരണം ഇതിനെ ഗ്ലോബൽ ഓയിൽ ചോക്ക് പോയിന്റ് എന്ന് വിളിക്കുന്നു. ഗ്ലോബൽ ഓയിൽ ചോക്ക് പോയിന്റ് എന്ന് വിളിക്കപ്പെടുന്ന കടലിടുക്ക് ഏതാണെന്ന് ചോദിച്ചതാണ് ഹോർമൂസ് കടലിടുക്കാണ്. ഏതാണ്? ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും വീതിയേറിയ കടലിടുക്ക് ഏതാണ്? ഡേവിസ് കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും വീതിയേറിയ കടലിടുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡേവിസ് കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും വീതിയേറിയത്, ഏറ്റവും നീളം കൂടിയ നമ്മൾ പഠിച്ചു മലാക്ക കടലിടുക്കാണ് അല്ലെ. ഏറ്റവും വീതിയേറിയത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഡേവിസ് കടലിടുക്ക്. കണ്ണുനീരിന്റെ കവാടം എന്നറിയപ്പെടുന്ന കടലിടുക്കാണ് ഏത്? ബാബൽ മാൻഡബ്. ഓക്കെ, ബാബൽ മാൻഡബ് ആണ് കണ്ണുനീരിന്റെ കവാടൻ എന്നറിയപ്പെടുന്ന കടലിടുക്ക്. ഏതാണ്? ബാബൽ മാൻഡബ്. ബാബൽ മാൻഡബ് ആണ് കണ്ണുനീരിന്റെ കവാടം എന്നറിയപ്പെടുന്ന കടലിടുക്ക്. ഏതാണ്? ബാബൽ മാൻഡബ്. ഓക്കെ, അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്ന കടലിടുക്കാണ് ഏത്? ബെറിങ് കടലിടുക്ക്. ഏതാണ്? ബെറിങ് കടലിടുക്കാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്ന കടലിടുക്ക്. ഏതാണ്? ബെറിങ് കടലിടുക്ക്. ഓക്കെ, ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, വിട്ടുകളയരുത്. ആദ്യം ഹോർമൂസ് കടലിടുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ബന്ധിപ്പിക്കുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയുമാണ് അല്ലെ. ഒമാൻ ഉൾക്കടലിനെയും. പിന്നെ അതിർത്തി രാജ്യങ്ങൾ നമ്മൾ പഠിച്ചു, ഇറാൻ, ഒമാൻ, UAE എന്നിവയാണ്. ഇറാൻ, ഒമാൻ, UAE ഏതിന്റെ? ഹോർമൂസ് കടലിടുക്കിന്റെ അതിർത്തി രാജ്യങ്ങൾ. പിന്നെ മലാക്ക കടലിടുക്കാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. ആൻഡമാൻ കടലിനെയും ദക്ഷിണ ചൈന കടലിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. അതിർത്തി രാജ്യങ്ങൾ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാന്റ് എന്നിവയാണ്. മനസ്സിലാക്കി വെക്കുക. പിന്നെ ജിബ്രാൾട്ടർ കടലിടുക്ക് അതിർത്തി രാജ്യങ്ങൾ സ്പെയിനും മൊറോക്കോയുമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. പിന്നെ ബോസ്ഫറസ് കടലിടുക്ക് അഥവാ ഇസ്താംബുൾ കടലിടുക്ക് എന്താണ്? പൂർണ്ണമായും തുർക്കിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു നമ്മൾ പഠിച്ചു അല്ലെ. പൂർണ്ണമായും തുർക്കിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്കാണ് ഇസ്താംബുൾ കടലിടുക്ക് അല്ലെങ്കിൽ ബോസ്ഫറസ് കടലിടുക്ക്. ബന്ധിപ്പിക്കുന്നത് കരിങ്കടലിനെയും മർമര കടലിനെയുമാണ്. ഓക്കെ, പിന്നെ പാക് കടലിടുക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാണ്ട് ഇന്ത്യ പാക് അല്ല
ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക്. ഇന്ത്യ പാക് അതിർത്തി നമ്മൾ പഠിച്ചു, റാറ്റ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യ ചൈനയും നമ്മൾ പറഞ്ഞു, മക്മോഹൻ രേഖ. ഇന്ത്യ ബംഗ്ലാദേശ് ഏതാണ്? പീൻബേഗ കോറിഡോർ. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിർത്തി രേഖകളൊക്കെ ഒന്ന് എന്തായാലും പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ഏറ്റവും വലിയ അതിർത്തി രേഖ, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശുമായിട്ടാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. രണ്ട് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ സമുദ്ര അതിർത്തി പങ്കിടുന്നത്. അതിലൊന്ന് ശ്രീലങ്ക, പിന്നെ ഒന്ന് മാലിദ്വീപ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്? 9 രാജ്യങ്ങളുമായിട്ടാണ്. അതിൽ 7 രാജ്യങ്ങൾ കര അതിർത്തിയാണ്, സമുദ്ര അതിർത്തി 2 രാജ്യങ്ങളാണ്, ശ്രീലങ്ക, മാലിദ്വീപ്. പഠിച്ചു വെക്കാം. അപ്പൊ ബന്ധിപ്പിക്കുന്നത് മാന്നാർ ഉൾക്കടലിനെയും ബംഗാൾ ഉൾക്കടലിനെയും. അതിർത്തി രാജ്യങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയും. ഏത്? പാക് കടലിടുക്ക്. ഓക്കെ. പിന്നെ സുണ്ട കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് ജാവ കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും. അതിർത്തി രാജ്യങ്ങൾ പൂർണ്ണമായും ഇന്തോനേഷ്യക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുമാത്ര, ജാവ ദ്വീപുകളെ വേർതിരിക്കുന്നു. പിന്നെ തായ്വാൻ കടലിടുക്ക് അല്ലെങ്കിൽ ഫോർമോസ കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് ദക്ഷിണ ചൈന കടലിനെയും കിഴക്കൻ ചൈന കടലിനെയുമാണ്. ചൈന, തായ്വാൻ എന്നിവയാണ് അതിർത്തി രാജ്യങ്ങൾ. പിന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നമ്മൾ പറഞ്ഞു, അതിലൊന്നും കൂടെ നോക്കാം. ജിബ്രാൾട്ടർ കടലിടുക്ക് യൂറോപ്പിനെയും ആഫ്രിക്കയും തമ്മിൽ വേർതിരിക്കുന്ന ഈ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിൽ ഒന്നാണ്. പിന്നെ മലാക്ക കടലിടുക്ക് ചില ഭാഗങ്ങളിൽ 2.8 കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങും അല്ലെ. അപ്പൊ നമ്മൾ അതിന് എന്ത് പറയും? ഗ്ലോബൽ ട്രേഡ് ബോട്ടിൽ നെക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മലാക്ക കടലിടുക്കാണ്. പിന്നെ ബെറിംഗ് കടലിടുക്ക് ഏഷ്യയെയും വടക്കേ അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന ഈ കടലിടുക്ക് ആർട്ടിക് മഹാസമുദ്രത്തെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു. ഓക്കെ. പിന്നെ ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്തുപാതയാണിത്. ഓക്കെ, ഇത് എന്തായാലും പഠിച്ചു നോക്കണം കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്തുപാതയാണ് ഏത്? ഹോർമൂസ് കടലിടുക്ക്. തന്ത്രപരമായ പ്രാധാന്യം കാരണം ഇതിനെ ഗ്ലോബൽ ഓയിൽ ചോക്ക് പോയിന്റ് എന്നും വിളിക്കുന്നു. പിന്നെ ലോകത്തിലെ ഏറ്റവും വീതിയേറിയതാണെങ്കിൽ ഡേവിസ് കടലിടുക്കാണ്. കണ്ണുനീരിന്റെ കവാടം എന്നറിയപ്പെടുന്ന കടലിടുക്കാണ് ബാബൽ മാന്ദ്യം കടലിടുക്ക്. പിന്നെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന കടലിടുക്കാണ് ബെറിംഗ് കടലിടുക്ക്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും കടലിടുക്ക് എന്ന ഭാഗവുമായി എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് എന്തായാലും അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് പാക് കടലിടുക്ക്. അപ്പൊ എല്ലാതും എന്തായാലും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.